നിലമ്പൂരിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി എം സ്വരാജിനെതിരെ ആശാപ്രവർത്തകരുടെ പ്രചാരണം. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിൽ കടകൾ കയറിയിറങ്ങി വോട്ടർമാരെ കാണുകയാണ് ആശാപ്രവർത്തകർ. അരുൺ ആലത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നിലമ്പൂരിൽ ആശമാർ കൂടെ പ്രചരണത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. റോഡിലൂടെ പ്രകടനമായിട്ടും വീടുകൾ കയറിയിറങ്ങിയും കടകൾ കയറിയിറങ്ങിയും ഒക്കെയാണ് ആശമാരുടെ പ്രചാരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും ഈ ആശമാർ പറയുന്നത് തങ്ങൾ കഴിഞ്ഞ 4 മാസമായി സമരരംഗത്തുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഈ സമരത്തിനെ കണ്ടില്ലെന്ന് നടിക്കുന്നു. സ്ത്രീകളോടുള്ള വിവേചനമാണ്, സർക്കാരിൻ്റെ നയമാണ് ഇതിലൂടെ വ്യക്തമാവുന്നത്. അതുകൊണ്ട് തന്നെ നിലമ്പൂരിലെ ആളുകൾ കൃത്യമായിട്ട് തന്നെ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ ഈ തങ്ങൾക്ക് നേരെയുള്ള സർക്കാരിൻ്റെയൊക്കെ ആ ഒരു ചിന്താഗതി അതുകൂടെ മനസ്സിലാക്കിക്കൊണ്ട് വോട്ട് രേഖപ്പെടുത്തണം. അത് ആർക്ക് രേഖപ്പെടുത്തണമെന്ന് തങ്ങൾ പറയുന്നില്ല. സർക്കാരിൻ്റെ ഈ ഒരു നിലപാടിനെതിരെ, സ്വരാജിന് എതിരെ വോട്ട് രേഖപ്പെടുത്തണം എന്നുള്ളത് തന്നെയാണ് ഈ ആശമാർ പറയുന്നത്. എന്താണ് നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത്? എന്താണ് പ്രധാനമായിട്ട് പറയുന്നത്? പ്രധാനമായിട്ട് ഞങ്ങളുടെ കൂലി വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യങ്ങൾ പറയുക. ഞങ്ങൾക്ക് വിരമിക്കുമ്പോൾ ഒരു പൈസ കിട്ടണം. ഇത്രയും കാലം ഞങ്ങൾ നല്ല പ്രായത്തിൽ പണി ചെയ്തിട്ട് അവസാനം ഒന്നുമില്ലാതെ ഇറങ്ങിപ്പോക്കോന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് ഇനി വേറൊരു ജോലി ചെയ്യാനും പറ്റത്തില്ല. ഞങ്ങൾ പ്രായമാകുമ്പോൾ ഞങ്ങൾക്ക് അതിൻ്റേതായ അസുഖങ്ങളുണ്ട്. അപ്പോൾ വെറും കൈയോടെ നിങ്ങൾ ഇത്ര പൊക്കോന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത് കേൾക്കാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപ കിട്ടും. അതുതന്നെയാണ് ഈ തങ്ങളുടെ ആനുകൂല്യങ്ങൾ, തങ്ങളുടെ വേതനം ഇതൊക്കെ കൃത്യമായി നടപ്പാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ആശമാർ ഇത്തരത്തിൽ സമരം ചെയ്യുന്നത്. ഇവർ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നാണ് ഇന്നിപ്പോൾ ഇവരുടെ ഈ പ്രചാരണം ആരംഭിച്ചിരിക്കുന്നത്. ചന്തക്കുന്ന് ഭാഗത്ത് ആദ്യം ഇവർ പ്രചാരണം നടത്തിയത് കടകമ്പോളങ്ങൾ കയറിയിറങ്ങിക്കൊണ്ടായിരുന്നു. പിന്നീട് വീടുകൾ കയറിയിറങ്ങിയായി. ഈ കടകൾ കയറിയിറങ്ങി, വീടുകൾ കയറിയിറങ്ങി ഇപ്പോൾ ഒരു പ്രകടനമായിട്ട് പോകുന്നു. കൃത്യമായി പറഞ്ഞു വെക്കുന്നത് എന്താണ് ആശമാർ? ജനാധിപത്യ വിരുദ്ധമായി കഴിഞ്ഞ 124 ദിവസമായി ആശമാർ നടത്തുന്ന സമരത്തെ ജനാധിപത്യ വിരുദ്ധമായി കൈകാര്യം ചെയ്യുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധിക്ക് വോട്ടില്ല എന്നതാണ് ഞങ്ങൾ വെക്കുന്ന മുദ്രാവാക്യം. ഈ MV ഗോവിന്ദനൊക്കെ ഇന്ന് പറയുന്നുണ്ടായിരുന്നത് ഇതൊരു രാഷ്ട്രീയ പ്രേരിതമാണ്, കോൺഗ്രസിനെയോ BJP ഒക്കെ സഹായിക്കാൻ വേണ്ടി ചെയ്യണമെന്നൊക്കെയാണ്. അങ്ങനെ അവർക്ക് ആരോപണമുണ്ടെങ്കിൽ എന്തുകൊണ്ട് 124 ദിവസമായി സമരത്തെ സെറ്റിൽ ചെയ്യുന്നില്ല? 124 ദിവസമായി ഈ പറയുന്ന നേതാക്കളുടെ മൂക്കിന് താഴെ സ്ത്രീ തൊഴിലാളികൾ ഇരിക്കുകയാണ്, വെയിലും മഴയും ഏറ്റിരിക്കുകയാണ്, വലിയ പേമാരിയിൽ ഇരിക്കുകയാണ്. അവരതല്ലേ പരിഗണിക്കേണ്ടുന്നത്? എങ്കിലും ഇവിടെ വരുമായിരുന്നോ? കഴിഞ്ഞ 12 വർഷമായി ഞങ്ങളുടെ യൂണിയൻ സ്വതന്ത്രമായി രജിസ്റ്റർ ചെയ്യപ്പെട്ട് പ്രവർത്തിക്കുന്നു. ഇന്നേ വരെ ഒരു തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കേണ്ടി വന്നിട്ടില്ല. മറിച്ച് ഇപ്പോൾ ഈ ഗവൺമെൻറ് തന്നെ പറഞ്ഞ 700 രൂപ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. പ്രതിദിനം 700 രൂപ നൽകുമെന്ന് ഇവർ പ്രകടന പത്രികയിൽ അച്ചടിച്ച് വെച്ചിട്ടുണ്ട്. ഞങ്ങളത് മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ. അത് ചോദിക്കുമ്പോൾ എന്തിനാണ് കൊഞ്ഞനം കുത്തുന്നത്? വോട്ടർമാരോട് പറയുന്നത് കൃത്യമായി നിങ്ങൾ ചിന്തിച്ച് വോട്ട് രേഖപ്പെടുത്തുക, സ്ത്രീകളോടുള്ള സർക്കാരിൻ്റെ അവഗണന മനസ്സിലാക്കി വോട്ട് രേഖപ്പെടുത്തുക. കാരണം ഈ സർക്കാരിൻ്റെ നിലപാടാണ് 4 വർഷമായി ഭരിക്കുന്നത്. ഇനി എന്ത് പറയാനാണ് അവർക്ക് പുതുതായി ഈ നിലമ്പൂർ മണ്ഡലത്തിൽ ഈ സർക്കാരിന് ഒന്നും പറയേണ്ടതില്ല. കാരണം അവരുടെ 4 വർഷത്തെ ഭരണം തന്നെയാണ് അതിൻ്റെ തെളിവ്. ആ പ്രകടന പത്രിക എന്ന് പറയുന്നത് അത് തന്നെയാണ്. അപ്പോൾ അവിടെ അവർ ഇങ്ങനെ ചെയ്യുമ്പോൾ ജനങ്ങൾ തീരുമാനിക്കട്ടെ. അതുതന്നെയാണ്, ജനങ്ങൾ ചിന്തിച്ച് വോട്ട് രേഖപ്പെടുത്തുക, ജനങ്ങൾ തീരുമാനിക്കട്ടെ. സർക്കാർ ആശമാർക്കെതിരെ സ്വീകരിക്കുന്ന നിലപാട്, സ്ത്രീകൾക്കെതിരെ സ്വീകരിക്കുന്ന നിലപാട്, അതുകൊണ്ട് തന്നെ എം സ്വരാജിന് എതിരെ വോട്ട് രേഖപ്പെടുത്തണം. പക്ഷേ എതിരെ ആർക്ക് വോട്ട് രേഖപ്പെടുത്തണമെന്ന് പറയുന്നില്ല. അതായത് എം സ്വരാജിനെതിരെ ആയിരിക്കണം വോട്ട്, എന്നാൽ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള, വോട്ടർമാർക്ക് ഇഷ്ടമുള്ള ആർക്കും വോട്ട് രേഖപ്പെടുത്തിക്കോളൂ എന്നുകൂടെയാണ് ഈ ആശമാർ ലഘുലേഖകൾ സഹിതം ഇങ്ങനെ ഓരോ കടകമ്പോളങ്ങളിലും വീടുകളിലും ഒക്കെ കടന്നു ചെന്ന് വോട്ടർമാരെ നേരിൽ കണ്ട് അഭ്യർത്ഥിക്കുന്നത്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, നിലമ്പൂർ.